ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു ബ്ലോഗായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് എന്തായിരിക്കും പരിപാടിയെന്ന്. ഒന്നുമില്ല, പിന്നെ എൻ്റെ മോൻ്റെ ഫ്രണ്ട്സുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഓൻ്റെ ഒരു ആഗ്രഹമാണ്. കുറേ നാളായി ഓനിങ്ങനെ പറയുന്നു, ഉമ്മ 1-2 കുട്ടികൾ നാട്ടിൽ പോകുന്നുണ്ട്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരു പാർട്ടി ആക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സുകളെല്ലാം വിളിച്ചതാണ്. പിന്നെ ഓൻ്റെ ബർത്ത്ഡേ 8-ാം തീയതി കഴിഞ്ഞിന്. അപ്പോൾ അന്നാരും വിളിച്ചിട്ടില്ല. സാധാരണ വിളിക്കലുണ്ട്, പക്ഷേ അന്നാരും വിളിച്ചിട്ടില്ല. വിളിക്കാത്തതെന്ന് വെച്ചാൽ പിന്നെ 1-2 കുട്ടികളില്ല. അതുകൊണ്ട് പിന്നെ ഓൻ പറഞ്ഞ് പിന്നെ ഒരു ദിവസം വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ്. അങ്ങനെ ആക്കിയതാണ് ഈ ഒരു ദിവസം. അപ്പം ഞാനിന്ന് ഓൻ്റെ ഫ്രണ്ട്സൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് മന്തിയും പിന്നെ മക്രോണി, വൈറ്റ് പാസ്ത ഇല്ല, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ലേശം ഓയിലും ഉപ്പും ചേർത്തിട്ട്. ഓയിൽ മക്രോണി വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അതുകൊണ്ട് ഞാൻ ലേശം ഓയിൽ ചേർത്ത് കൊടുത്തിന്. ഇനി ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാന് ചൂടാൻ ശേഷം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, നല്ലോണം വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ലേശം കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് മക്രോണി വെന്തിട്ടുണ്ട്. മക്രോണി ഞാൻ വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മന്തിക്കുള്ള അരി ഞാൻ എടുത്ത് വെക്കുന്നതാണ്. ബസ്മതി അരിയാണ്, സാധാരണ ബസ്മതി അരി. പിന്നെ ഞാൻ പുതിയ റെസിപ്പിൻ്റെ വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചിക്കന് പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കുക. ബ്രൗൺ കളറാക്കിയിട്ട് എടുക്കണ്ട, ഒന്ന് നല്ലോണം വാടിയാൽ മതി. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ക്രീം ചീസാണ്. ഞാൻ ഈ ഒരു ചീസാണ് എടുത്തത്. 4 ക്യൂബ്സ് ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബർഗറിനെല്ലാം ഇട്ട് കൊടുക്കുന്ന ചീസില്ല, അതും ഇട്ട് കൊടുക്കുക. അത് ഞാൻ 1 ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. ചീസ് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്ക് 2 ഇട്ട് കൊടുക്കുക. ഞാനിതിൽ കൂടുതൽ ചീസ് ഇടുന്നില്ല, ഞാൻ ഇത്രേ ഇടുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് ഞാൻ ബർഗറിനിടുന്ന ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചീസെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മെൽട്ടാകട്ടെ. അപ്പോൾ പാൽ തിളക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലേശം ഗാർലിക് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഞാൻ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. ഗാർലിക് പൗഡർ 1/4 ടീസ്പൂണ്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ സമയത്ത് ഇതിൽ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ, നമ്മൾ ചിക്കനിലെല്ലാം ഉപ്പ് ഇട്ട് കൊടുത്തല്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച മക്രോണിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ബർഗറിൻ്റെ ഒരു ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബർഗറിനെല്ലാം വെക്കുന്ന ആ ചീസ് തന്നെ ഞാൻ ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മെൽട്ടാകണം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒറിഗാനോ ഇല്ല, അത് എന്തായാലും ചേർത്ത് കൊടുക്കുക. എന്നാലാണ് ഈ ഒരു പാസ്തക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു ഒറിഗാനോ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ലേശം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡിയായി. ഇനി ഞാനിതാ മന്തിക്കുള്ള മസാല റെഡിയാക്കിയിട്ട് വെക്കുന്നതാണ്. പിന്നെ മന്തിൻ്റെ റെസിപ്പിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിനി. പിന്നെ ഇതിന് ചെറിയൊരു മാറ്റം വരുത്തിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് ഞാൻ പിന്നെ കാണിക്കാം, പിന്നെ ഒരു ദിവസം ഞാൻ കാണിക്കാം. പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിനി മന്തിൻ്റെ, അത് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതെന്താ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അത് ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഞാൻ മന്തി ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം വീഡിയോ എടുക്കാണ്ട് തന്നെ ഇവർക്ക് കളിക്കാൻ പോകണം, ഫുട്ബോൾ കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചർച്ചയിലുള്ളത്. അപ്പോൾ തിരക്കാക്കുന്നുണ്ട്, അവിടെ ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത വീഡിയോ ആണ് ഇത്. 9 ചങ്ങായിമാറാണ് കേട്ടോ വന്നത്. എൻ്റെ മോനടക്കം 10, അപ്പോൾ 10 ആളാന്നുള്ളത്. 10 മക്കൾ മാഷാ. പാത്രം അടച്ചിട്ട് ചാർക്കോളിന്റെ പീസ് വെച്ചിട്ട് പോയിച്ചാ ആ കുത്തു വന്നു നല്ല രസമുണ്ട്. അപ്പോൾ ഇതാ മന്തിൻ്റെ നല്ല അഭിപ്രായം മക്കളെല്ലാം പറഞ്ഞത്. അപ്പോൾ അവർക്ക് നല്ലോണം ഇഷ്ടമായെന്ന് പറയുന്നത്. പിന്നെ ബിരിയാണി ആകുമ്പോൾ മസാലയെല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും സൈഡിനെല്ലാം. അതുകൊണ്ട് പിന്നെ മന്തി ആയതുകൊണ്ട് മാഷാ നല്ല രീതിയിൽ കഴിച്ച്. അപ്പോൾ ഇതാ ഞാൻ പിന്നെ വൈകുന്നേരം ഒരു സ്നാക്ക് ഉണ്ടാക്കി. അപ്പോൾ ഈ ഒരു സ്നാക്ക് ഞാൻ പഴവും സേമിയയും വെച്ചിട്ട്, അത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ.
പിന്നെ എന്താ പറയുക, എപ്പോഴെങ്കിലും ഒരു വെറൈറ്റി ആണ്ട് യൂട്യൂബിലെല്ലാം നോക്കിയിട്ടെല്ലാം ഉണ്ടാക്കണ്ടേ, അങ്ങനെ ഒന്നും ഉണ്ടാക്കി. അപ്പോൾ ഞാൻ കായ്പോളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അത് പിന്നെ കായ്പോളം തന്നെ നമ്മളിപ്പോൾ കഴിക്കുന്നില്ലെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു മാറ്റം വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി, പഴവും സേമിയയും വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ച് അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ എനിക്ക് പഴം ഇങ്ങനെ വാട്ടിയിട്ടെടുത്താൽ എനിക്ക് ഇത്ര ഇഷ്ടമായിട്ടില്ല. അത് നമ്മൾ കായ്പോളൊക്കെ നമ്മൾ വാട്ടിയെടുക്കുന്നില്ലേ നെയ്യിൽ ഫുള്ളായിട്ട്, കുറേ നെയ്യിലാണെന്നല്ല ഓയിലിൽ ഇട്ടിട്ടാണെന്നല്ല ഫ്രൈ ചെയ്തെടുക്കുന്നത് പഴം. അപ്പോൾ അതുപോലെയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ ഞാൻ ആദ്യം തന്നെ RKGയിൽ ലേശം അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് മാറ്റി വെച്ച്, എന്നിട്ട് നെയ്യിൽ തന്നെ സേമിയം വറുത്ത്, എന്നിട്ട് ആ സേമിയം മാറ്റി വെച്ച്, എന്നിട്ട് പിന്നെ പഴവും വാട്ടിയെടുത്ത്, എന്നിട്ട് പഴവും ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച്, എന്നിട്ട് ഈ പാനിൽ തന്നെ 1 കപ്പ് പാലൊഴിച്ച്, പാല് നല്ലോണം ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ വറുത്ത സേമിയ ഉണ്ടല്ലോ അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത്, എന്നിട്ട് പിന്നെ ചേർത്ത് കൊടുത്തത് ലേശം നെയ്യ് തന്നെ RKG തന്നെ ചേർത്ത് കൊടുത്തിന്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം, പാൽ നല്ലോണം വറ്റുന്നവരെ. എന്നിട്ട് ഒരു മിക്സിൻ്റെ ജാറിൽ ഞാൻ 5 മുട്ടയാണ് ഒടിച്ച് വയ്ക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് ലേശം ഏലക്കായൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണോളം മതി. എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം, ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം പാലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ അടിച്ചെടുത്ത മുട്ടയെല്ലാം ഉണ്ടല്ലോ വേറൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സേമിയയും പിന്നെ അതുപോലെ തന്നെ പഴം, പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടിയിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിൽ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ലേശം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് ആക്കുന്നത് ആ പാത്രത്തിൽ ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ RKG തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാ ഭാഗത്തും കൂടിയിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് അടിച്ച് വെക്കുക. ഇനി അടി കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പഴയ പാന് വെച്ചിനു. അപ്പോൾ അതിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഇത്. അപ്പോൾ ഇത് നമ്മൾ കായ്പോള അല്ല പഴം സേമിയ പോളയുടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇപ്പുറത്തെ ഭാഗം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും, പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.